PM ശ്രീയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയാണത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ചില സ്കൂളുകളെ തെരഞ്ഞെടുത്ത് ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതിയാണത്. അത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചാണ് താനും. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതിയോട് സഹകരിച്ചു പ്രവർത്തിച്ചു വരികയാണ്. ഇതിനോട് സഹകരിക്കാത്തത് കേരളവും തമിഴ്നാടുമാണ്. 2023, 24, 25, 26 വർഷത്തിൽ 7,890 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുകയുണ്ടായി. സ്കൂളിൻ്റെ നിലവാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലത്തിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള ഒരു പദ്ധതിയാണിത്. അങ്ങനെയൊരു പദ്ധതിയോടെ എന്തുകൊണ്ടാണ് കേരളവും തമിഴ്നാടുമൊക്കെ വിഘടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണ ശ്രമങ്ങൾ ഈ പദ്ധതിക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തെ RSSന്റെ പ്രത്യയശാസ്ത്രം കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ആക്ഷേപം. ഭാരതത്തിൻ്റെ സംസ്കാരം വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാൻ ഈ പദ്ധതിയോട് സഹകരിക്കുക വഴി കഴിയാതെ വരുമെന്നുള്ള ഭയം കൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അതേസമയം ഈ പദ്ധതിയെക്കുറിച്ച് പിണറായി സർക്കാർ അത് സഹകരിച്ച് മുന്നോട്ട് പോകാതിരിക്കാനാവാത്ത വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടാൻ നിർബന്ധിതമായി എന്ന് പറഞ്ഞ് സഹകരിച്ച് പോന്നിരുന്നതാണ്. അതിനെ എതിർത്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അവരും ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ഊരാക്കുടുക്കിൽ പെട്ടതുപോലെയാണ്. അവർക്കും സഹകരിക്കാതിരിക്കാനാവാത്ത അവസ്ഥയുണ്ട്. ആദ്യമേ എതിർത്തു, ഇപ്പോൾ സഹകരിക്കേണ്ടതായിട്ട് വരും. സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റിനങ്ങളിൽ കിട്ടേണ്ട തുക കിട്ടാതെ വരും. അതില്ലാതെ വിദ്യാഭ്യാസം ഗുണനിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്.